സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനെത്തിയ തൊഴിലാളികളെ പ്രദേശവാസികൾ തടഞ്ഞു. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനെത്തിയ തൊഴിലാളികളെ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് തടഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ അടിപ്പാത നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾ തിരിച്ചുപോയി. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അടിപ്പാത നിർമ്മാണത്തിനെത്തിയത്. ഇതിന്റെ ഭാഗമായി ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ഗതാഗതം തിരിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം. മേലൂരിൽ നിന്ന് വരുന്നവർക്കും മുരിങ്ങൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഗതാഗത തടസ്സമില്ലാതാക്കാൻ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷമേ ജംഗ്ഷൻ അടച്ചുകെട്ടുകയുള്ളൂവെന്ന് ദേശീയപാത അധികൃതർ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാതെയാണ് ചൊവ്വാഴ്ച ജംഗ്ഷൻ അടച്ചുകെട്ടിയത്. ഇരുഭാഗത്തു നിന്നും വരുന്നവർക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ഒരു സംവിധാനവും ഏർപ്പാടാക്കാതെയാണ് അടിപ്പാത നിർമ്മാണത്തിനെത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തികൾ നിർത്തിവച്ചു. സർവീസ് റോഡുകളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ഇനി അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂവെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകി. സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ച് അവിടെ നിന്ന് നമ്മുടെ നാഷണൽ ഹൈവേ ഡീവിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് തിരിച്ച് എൻട്രി നാഷണൽ ഹൈവേയിലേക്ക് ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡൈവേർഷനും ആവശ്യമായ ഒരു യൂട്ടേണോ ഒക്കെ ആ പ്ലാനിലുണ്ട്. അത് പ്രകാരമുള്ള പണി പൂർത്തീകരിച്ചതിന് ശേഷമേ നിങ്ങളിവിടെ പോയിട്ട് എന്നാണ് നിങ്ങളുടെ കളക്ടറുടെ മീറ്റിങ്ങിലും MP റെസ്റ്റ് ഹൗസിൽ വിളിച്ച മീറ്റിങ്ങിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം നിങ്ങൾ പണി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളോട് തർക്കമില്ല. നിങ്ങളൊരു ഏജൻസിയാണ്. ഞങ്ങൾക്ക് ഇവിടെ മറ്റു ചില ആവശ്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറയേണ്ടതാണ്. അത് ഞങ്ങൾ അവിടെ പറയും. നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളോ ലോക്കൽസോ തർക്കത്തിലില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ പ്രകാരം പണി നടത്തണം. എന്താണോ നിങ്ങളുടെ ഡൈവേർഷൻ പ്ലാൻ ആയിരുന്നത്, നിങ്ങൾ എന്താണോ ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അത് പ്രകാരം ഇവിടുത്തെ പണികൾ തീർക്കണം. ഇപ്പോൾ 3 മാസത്തിലധികമായി അവിടുത്തെ കടകളായിട്ടുള്ള കടകളൊക്കെ അടച്ചിട്ട് 3 മാസമായി. അവരുടെ വയറ് കഴിയണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം. അവിടെ പൊളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവർ ഭാര്യ ഭർത്താവ് ഏജ്ഡായ 2 പേര് താമസിക്കുന്നത്. ആ സ്ത്രീ ആണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു. 3 മാസമായി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇത് അടച്ചിട്ട് ഇത്ര നാളായി. ഇവിടെ ആളുകൾ മറ്റു വഴികളൊക്കെ ആക്സസ് ചെയ്യാണ്. ഞങ്ങൾ അതിൻ്റെ ബേർഡൻ ഞങ്ങൾ സഹിക്കുന്നുണ്ട്. ഞങ്ങൾ പരാതി പറയാനില്ല. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാഷണൽ ഹൈവേ കൂടെ പോണ മുഴുവൻ ആളുകളും നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർവീസ് റോഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണം. ഒന്നാമത് നിങ്ങൾ നോക്കി, ഇവിടെ നിന്ന് നമ്മൾ ഡൈവേർഷൻ പ്ലാൻ അനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വീണ്ടും കാടൂറ്റി ഭാഗത്തേക്ക് പോകണവർ അവിടെ റോഡ് ശരിയല്ല. അതുകൊണ്ട് വീണ്ടും അവിടെ ചെന്നിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. ആ സർവീസ് റോഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോണവർ ത്രൂ പൊക്കോളും.